നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചന്ദ്രാപിന്നി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പൊതുസമ്മേളനം നടത്തി. തൃപ്രയാർ നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തോട് സർക്കാരും നാട്ടിക പഞ്ചായത്തും കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്ട്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മീനൂട്ട് നടത്തി. ക്ഷേത്രത്തിൽ വിവിധ വഴിപാടുകൾ നടത്തിയ മോദി വേദാർച്ചനയിലും ഭജനയിലും പങ്കെടുത്തു. അതേസമയം സുരക്ഷാ കാരണങ്ങളാൽ ഇന്ന് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടായ വെടിവഴിപാട് നടത്തുന്നത് SPG വിലക്കി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് തൃപ്രയാർ ക്ഷേത്ര പരിസരത്ത് കർശന സുരക്ഷയാണ് ഒരുക്കിയത്. രാവിലെ അയ്യപ്പ ഭക്തർക്കടക്കം പ്രവേശനം ഉണ്ടായിരുന്നു. എന്നാൽ 9 മണിക്ക് ശേഷം ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. ക്ഷേത്രം തന്ത്രിയടക്കം 5 പേർക്കാണ് ക്ഷേത്രത്തിൽ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. SPGയുടെയും പോലീസിന്റെയും കടുത്ത നിയന്ത്രണത്തിലായിരുന്നു ക്ഷേത്ര പരിസരം. 11:15 പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി. ഗുരുവായൂർ ക്ഷേത്ര ദർശനവും നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും സംബന്ധിച്ച ശേഷമായിരുന്നു മോദി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ എത്തിയത്. ഗുരുവായൂരിൽ നിന്നും തൃപ്രയാറിലേക്ക് പ്രധാനമന്ത്രി എത്തിയപ്പോൾ സ്വീകരിക്കാൻ വഴിനീളെ BJP പ്രവർത്തകർ കാത്തുനിൽപ്പുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ കാറിൽ പുഷ്പവൃഷ്ടി നടത്തിയാണ് BJP പ്രവർത്തകർ പ്രധാനമന്ത്രിയെ വരവേറ്റത്. തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ആദ്യ പ്രധാനമന്ത്രിയും മോദിയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ദേശീയ ശ്രദ്ധയിലേക്കും എത്തി. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയത്. നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് വിവാഹിതയായി. ശ്രേയസ് മേനോനാണ് വരൻ. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു വിവാഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വധൂവരന്മാർക്ക് മാല എടുത്തു നൽകിയത്. താരസമ്പന്നമായിരുന്നു വിവാഹം. മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതമെത്തി ഇന്നലെ വധുവിനെ അനുഗ്രഹിച്ചിരുന്നു. ഇന്ന് ഗുരുവായൂരിലെത്തി വിവാഹത്തിലും പങ്കെടുത്തു. ജയറാം, പാർവതി, ദിലീപ്, ഖുഷ്ബു, ബിജു മേനോൻ, രചന നാരായണൻകുട്ടി, നിർമ്മാതാവ് സുരേഷ് കുമാർ, സംവിധായകൻ ഹരിഹരൻ തുടങ്ങിയവർ വിവാഹത്തിൽ പങ്കെടുത്തു. 19-ന് സിനിമാ താരങ്ങൾക്കും രാഷ്ട്രീയ പ്രമുഖർക്കുമായി കൊച്ചിയിൽ വിവാഹ സൽക്കാരം നടത്തും. ബന്ധുക്കൾ, നാട്ടുകാർ, സുഹൃത്തുക്കൾ തുടങ്ങിയവർക്കായി 20-ന് തിരുവനന്തപുരത്ത് റിസപ്ഷൻ ഉണ്ടായിരിക്കും. തിരുവനന്തപുരം ആസ്ഥാനമാക്കി ബിസിനസ് നടത്തുന്ന മോഹന്റെയും ശ്രീദേവി മോഹന്റെയും മകനാണ് വരൻ ശ്രേയസ് മോഹൻ. കോൺഗ്രസ് ചന്ദ്രാപിന്നി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. രണ്ടാം പിണറായി സർക്കാർ കേരളത്തിന് വലിയൊരു മഹാദുരന്തമായി മാറിയെന്നും അഴിമതിയും ധൂർത്തും ഭരണരംഗത്തെ കെടുകാര്യസ്ഥതയും വിലക്കയറ്റവും മൂലം ജനജീവിതം ദുസ്സഹമായെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ജനങ്ങളെ തമ്മിലടിപ്പിക്കുക, അതുവഴി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്നുള്ള ഏക ലക്ഷ്യമാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ളത്. ഇന്നിവിടെ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗങ്ങളും നോക്കും. കേരളത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്. ഇതുപോലെ ഏകാധിപത്യ ഭരണം, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ചിന്തയില്ലാതെ സാമ്പത്തികമായി കേരളം തകരുന്നു. ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല, തൊഴിലില്ലായ്മ രൂക്ഷമാണ്. പ്രധാനമന്ത്രി മാത്രമല്ല, കേന്ദ്ര മന്ത്രിസഭ ഒന്നടങ്കം വന്ന് തൃശൂരിൽ തമ്പടിച്ചാൽ പോലും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിന് ഒരു കോട്ടവും സംഭവിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് MU ഉമറുൽ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സജയ് വയനപ്പിള്ളി, MK അബ്ദുൽ സലാം, ശോഭ സുബിൻ, അനിൽ പുളിക്കൽ, CS രവീന്ദ്രൻ, CC ബാബുരാജ്, PMA ജബ്ബാർ, സുനിൽ P മേനോൻ, മണി കാവുങ്ങൽ, KA അഫ്സൽ, VS ജിനേഷ്, EK മുഹമ്മദ് ഹാജി, PD സജീവ്, TA മുഹമ്മദ് സഗീർ, ഷഹന കാട്ടുപറമ്പിൽ, വൈശാഖ് ജോഷി, അൻവർ KK, അൻവർ ചാമക്കാല, ഷിനി സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചീഫ് ജസ്റ്റിസിനെ ഈ രാജ്യത്ത് കൊന്നു കളഞ്ഞവരുടെ പേരാണ് രാജ്യത്ത് RSS എന്ന് പറയുന്നത്. പുൽവാമയിൽ പാവപ്പെട്ട ഭടന്മാർ സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ പ്ലാൻഡ് മർഡർ നടത്തി അതിന്റെ പിന്നിൽ ആരോപിക്കപ്പെടുന്നവരുടെ പേരാണ് രാജ്യത്ത് RSS എന്ന് പറയുന്നത്. ഈ രാജ്യത്തിന്റെ ഗ്രാമങ്ങൾ മുഴുവൻ ചൈനയ്ക്ക് തീരെഴുതി കൊടുത്ത് മേക്ക് ഇൻ ഇന്ത്യ നടത്തുന്നവരുടെ പേരാണ് രാജ്യത്ത് RSS എന്ന് പറയുന്നത്.
ഈ രാജ്യത്തെ വർഗീയപരമായി വിഭജിച്ച്, ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്ത്, ഈ രാജ്യത്ത് CAA, NRC കരിനിയമങ്ങൾ ഉണ്ടാക്കി രാജ്യത്തിന്റെ ഭേദഗതി ചെയ്ത പൗരത്വ ഭേദഗതി നിയമത്തിന് വേണ്ടി തയ്യാറെടുത്തവന്റെ പേരാണ് രാജ്യത്ത് RSS എന്ന് പറയുന്നത്. കർഷക നിയമം ഈ രാജ്യത്ത് ഉണ്ടാക്കി പരിഷ്കൃത നിയമമാണെന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ചവന്റെ പേരാണ് രാജ്യത്ത് RSS എന്ന് പറയുന്നത്. ഈ വിഷയങ്ങളൊന്നും ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല എന്നാണ് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത്. നരേന്ദ്രമോദി കൃത്യമായി മാർക്കറ്റിംഗ് ആണ്. എന്ത് മാർക്കറ്റിംഗ് ആണ് നടത്തുന്നത്? രാമന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ്. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തോട് സർക്കാരും നാട്ടിക പഞ്ചായത്തും കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കുക, മുഴുവൻ സമയം ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക, മരുന്നുകൾ ലഭ്യമാക്കുക, കുടുംബാരോഗ്യ കേന്ദ്രത്തിനോടുള്ള സർക്കാരിന്റെയും നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ UDF ഭരണസമിതി കാലത്ത് തുടങ്ങിവെച്ച കിടത്തി ചികിത്സ ഇപ്പോൾ 3 വർഷത്തോളമായി നിലച്ചിട്ട്. സ്ഥിരമായി 3 ഡോക്ടർമാർ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ ഇപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെ 1 ഡോക്ടർ മാത്രമാണ് നിലവിലുള്ളത്. പകർച്ചവ്യാധികളും രോഗങ്ങളും പടർന്നു പിടിച്ച് രോഗികൾ ബുദ്ധിമുട്ടുന്ന കാലത്താണ് സ്ഥിരമായി ഡോക്ടറില്ലാതെ നാട്ടിക ആശുപത്രിയിൽ രോഗികൾ വലയുന്നത്. വൈകിട്ട് 6 മണി വരെ 1 ഡോക്ടർ പരിശോധനയ്ക്ക് ഇരിക്കണം എന്നിരിക്കെ വൈകിട്ട് 4 മണിയാകുമ്പോൾ ഡോക്ടർ പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെതിരെ ബന്ധപ്പെട്ട അധികാരികളോ പഞ്ചായത്തോ ഒരു നടപടിയും എടുക്കുന്നില്ല. മരുന്നുകൾ പൂർണ്ണമായും ലഭിക്കുന്നില്ല. വൈകിട്ട് വരുന്ന രോഗികളെ സ്വകാര്യ ക്ലിനിക്കുകളിലേക്കാണ് ഇവിടുത്തെ ജോലിക്കാർ അയക്കുന്നത്. സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകൾക്കും സ്വകാര്യ ക്ലിനിക്കുകൾക്കും വരുമാനം ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രമാണ് നാട്ടികയിലെ കുടുംബാരോഗ്യ കേന്ദ്രം ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് സുനിൽ അന്തിക്കാട് പറഞ്ഞു. പരിപൂർണമായും രോഗികളെയും ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന നടപടിയാണ് നാട്ടിക ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രം കൈക്കൊള്ളുന്നത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും LDF സർക്കാരും ജനങ്ങളുടെ നികുതി പണം എടുത്ത് ദൂർത്തടിച്ചു നടന്ന് ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് AB ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. KR ദാസൻ, കണ്ണൻ പനക്കൽ, UB മണികണ്ഠൻ, AS പത്മപ്രഭ, മോഹനൻ പുലാക്കപ്പറമ്പിൽ, പ്രകാശൻ വിയത്ത്, ഭാസ്കരൻ അന്തിക്കാട്, ഹേമ പ്രേമൻ, മുഹമ്മദ് അലി കണിയാർക്കോട്, കണ്ണൻ അന്തിക്കാട്, സരള, പുഷ്പാങ്കദൻ ഞായക്കാട്ട്, രഘുനാഥ് നായരിശ്ശേരി, സക്രിയ കാവുങ്ങൽ, ആദർശ് എന്നിവർ പങ്കെടുത്തു. പെരിഞ്ഞനത്തെ മികച്ച കർഷകനായ ജോർജ് അതിയുന്നന്റെ കൃഷിയിടത്തിലെ പച്ചക്കറി വിളവെടുത്തു. പെരിഞ്ഞനം 12-ാം വാർഡിൽ 1 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഇത്തവണ കൈപ്പയ്ക്ക, പച്ചമുളക്, പടവലം തുടങ്ങിയവ കൃഷി ചെയ്തത്. പതിവ് പോലെ ഇത്തവണയും മികച്ച വിളവാണ് ലഭിച്ചത്. സംസ്ഥാനത്തെ മികച്ച സമ്മിശ്ര കർഷകനുള്ള അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള വ്യക്തിയാണ് ജോർജ് അതിയുന്തൻ. 6 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഇപ്പോൾ ജോർജ് വിവിധ പച്ചക്കറികൾ കൃഷി ചെയ്തു വരുന്നുണ്ട്. ET ടൈസൺ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. 15-20 കൊല്ലം മുമ്പാണ് ജോർജിനെ പരിചയപ്പെടുന്നത്. അന്ന് പരിചയപ്പെടുന്ന സമയത്ത് ജോർജ് മത്സ്യരംഗത്തുള്ള മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട ആളായിരുന്നു. പക്ഷെ ജോർജിന് എപ്പോഴും അത് കഴിഞ്ഞിട്ടിരിക്കുന്ന എത്രയോ അവസരങ്ങൾ ജോർജിൻ്റെ കൃഷിയിടങ്ങൾ കാണാനും അതുപോലെ തന്നെ വിളവെടുപ്പ് ചെയ്യാനും നടൽ അത് ഉദ്ഘാടനം ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. ചില ആളുകളെ പറ്റി ചില കാര്യങ്ങൾ നമ്മൾ പറയും. ചില കൈപ്പുണ്യം ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ചില രീതികൾ. ഇവരൊന്നും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്ന് കൃഷി ചെയ്ത ആളുകളല്ല. നാടിന് ആവശ്യമായിട്ട് ആ കൃഷി രീതി ആ സ്ഥലത്തിനനുസരിച്ച് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് നന്നായി അനുഭവ സമ്പത്ത് കൊണ്ട് തെളിയിക്കപ്പെട്ട ആളുകളാണ്. അല്ലെങ്കിൽ അവർ ചെയ്ത കൃഷി അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്തത് ചോളം കൃഷി ഉണ്ടായിരുന്നു. ചോളം വളരെ ഗംഭീരമായിട്ടത്. തക്കാളി ഒരു പ്രാവശ്യം ഞങ്ങളത്. ഇവിടെ തന്നെ ഇതുപോലെ തന്നെയുള്ള മറ്റു പല വസ്തുക്കൾ നമ്മളെടുത്തു. എല്ലാം കക്കിരി ഉൾപ്പെടെ എല്ലാം നല്ല ഗംഭീരമായിട്ടുള്ള വിളവ് തരുന്ന രീതിയിലാണ്. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷയായി. നമ്മുടെ കുടുംബശ്രീ തന്നെ പച്ചക്കറി നിലനിർത്തി പോകുന്നത് എനിക്ക് തോന്നുന്നു വളരെയേറെ ചൂണ്ടിക്കാണിക്കാവുന്നതും
ഉറപ്പിച്ച് പറയാവുന്നതാണ് നമ്മുടെ ജോർജിൻ്റെ കൃഷിയിടങ്ങൾ. നമ്മളിപ്പോഴും ഇന്നലെയും നമ്മളൊരു സ്ഥലം ടെസ്റ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് 6 ഏക്കറോളം ഭൂമിയിൽ ഇപ്പോൾ പച്ചക്കറികൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ പഞ്ചായത്തിനെ നിലനിർത്തി നല്ല പച്ചക്കറി എന്ന് വെച്ചാൽ നാടൻ പച്ചക്കറി കൊടുത്ത് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാം മെയ് മറന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പഞ്ചായത്ത് അംഗങ്ങളായ ശെൽവപ്രകാശ്, സന്ധ്യ സുനിൽ, കൃഷി ഓഫീസർ PA നാനു, കൃഷി അസിസ്റ്റന്റ് സ്വാതി കൃഷ്ണ, രമ്യ എന്നിവർ സംസാരിച്ചു. മൂന്നുപീടിക APJ അബ്ദുൽ കലാം റോഡ് നിവാസി കൂട്ടായ്മ ഹരിതവീഥി മഞ്ഞൾ കൃഷി വിളവെടുത്തു. കയ്പമംഗലം പഞ്ചായത്ത് കൃഷിഭവൻ കൃഷി ഓഫീസർ PS സിറിലും അസിസ്റ്റന്റ് ഓഫീസർ വിനോദും ചേർന്ന് മഞ്ഞൾ പറിച്ച് ഉദ്ഘാടനം ചെയ്തു. രണ്ടാമത്തെ വർഷമാണ്. കഴിഞ്ഞ വർഷം അതിനുള്ള ഗ്രൂപ്പുകൾ കണ്ടെത്തുകയും അതുപോലെ തന്നെ ഈ വർഷം വീണ്ടും 10 ഗ്രൂപ്പുകൾ കണ്ടെത്തിക്കൊണ്ട് ഒരു മാതൃകാ കൂട്ടായ്മ എന്നുള്ള ലെവലിൽ നമ്മൾ കൃഷിക്കൂട്ടാധിഷ്ഠിത ഫാം പ്ലാൻ പദ്ധതിക്കാണ് സർക്കാർ മുൻകൈ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൃഷിക്കൂട്ടങ്ങൾ വാർഡ് തലത്തിൽ രൂപീകരിച്ച് കൂട്ടായ്മയോടുള്ള കൃഷിക്ക് വേണ്ടിയിട്ടുള്ള പ്രചോദനം കൊടുക്കാനുള്ള പരിപാടികളാണ് നമ്മൾ കൃഷിഭവൻ തലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ 3 വർഷത്തോളമായി, 5 വർഷം അല്ലേ, 3 വർഷത്തോളമായിട്ട് കൂട്ടായ്മ കൃഷി ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ള അറിഞ്ഞതിൽ വളരെ സന്തോഷം. കയ്പമംഗലം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UY ഷമീർ മുഖ്യാതിഥിയായി. 1 കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ ഇരു സൈഡും വൃത്തിയാക്കിയാണ് 3 കൊല്ലമായി മഞ്ഞൾ കൃഷി നടത്തുന്നത്. കൂട്ടായ്മ പ്രസിഡന്റ് വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൂട്ടായ്മ വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി തജ്രീം ആമുഖ പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് ഗീത സതീഷ്, കൂട്ടായ്മ സെക്രട്ടറി KR സത്യൻ, രക്ഷാധികാരികളായ VM ഷംസുദ്ദീൻ, ഉഷ വിശ്വനാഥൻ, താജുദ്ദീൻ, റഹീം, സുധിൽദാസ്, ഫഹദ് ഷീജാദാസ്, ജാസ്മിൻ നാസർ, ഷാഹിന സക്കീർ, ഷഹന ഹനീഫ, ഷഹന മുഹമ്മദ്, റസിയ സലാം, ഷക്കീല ഷംസു, താഹിറ ലത്തീഫ്, ഷരീഫ, സാലി താജു, നാരായണി പരമേശ്വരൻ, ഫാത്തിമ സുഹൈർ, അനാൻ സലാം എന്നിവർ നേതൃത്വം നൽകി. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ കറ്റാർ വാഴ തൈകൾ വിതരണം ചെയ്തു. കയ്പമംഗലം GLPS സ്കൂളിലെ 1-2 ക്ലാസ്സുകാരുടെ സംയുക്ത ഡയറി എന്റെ ഡയറി കുറിപ്പുകൾ എന്ന പേരിൽ പ്രകാശനം ചെയ്തു. പ്രധാന അധ്യാപിക അനിത ഇബ്രാഹിം, അധ്യാപികമാരായ ജറ്റ്ന, ശ്രീജ, വാർഡ് മെമ്പർ സാനുൽ ആബുദ്ദീൻ, PTA പ്രസിഡന്റ് KK സക്കറിയ, MPTA പ്രസിഡന്റ് ജോളി ബൈജു, മതിലകം BRC അംഗം രശ്മി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുട്ടികളുടെ ഓരോ ദിവസത്തെയും അനുഭവക്കുറിപ്പുകളാണ് ഡയറിയിൽ കുറിച്ചത്. അനുഭവങ്ങളോടൊപ്പം കുട്ടികളുടെ ചിത്രരചനയും സംയുക്ത ഡയറിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചന്ദ്രാപിന്നി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പൊതുസമ്മേളനം നടത്തി. തൃപ്രയാർ നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തോട് സർക്കാരും നാട്ടിക പഞ്ചായത്തും കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്ട്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.